നമസ്കാരം, ആരോമലാണേ. നമ്മള് വണ്ടി ഒരെണ്ണം മാറി എടുത്തിട്ടുണ്ട്, സ്വിഫ്റ്റ് എടുത്തിരിക്കുന്നത്. അപ്പം അതിനായിട്ട് ട്രിപ്പ് എടുക്കാൻ പോകാമെന്ന് ആരും വിചാരിക്കണ്ട. രാവിലെ ചെറിയൊരു പണി കിട്ടി കേട്ടോ. നമ്മുടെ വണ്ടിയുടെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ ഡ്രസ്സും സാധനമൊക്കെ ഇരുന്ന് മാറാനായിട്ട് ഉള്ള ചെറിയൊരു സ്പേസിനിടയ്ക്ക് വണ്ടിയുടെ കീ അകത്തായിരുന്നു. വണ്ടി ലോക്കായി പോയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഇപ്പോൾ ഓണറുടെ അടുത്ത് പോയിട്ട് വരുന്ന വഴിയാണ്. അപ്പോൾ ഓണർ പറഞ്ഞു സ്പെയർ കീ ഇല്ല എന്ന് പറഞ്ഞു. എൻ്റെ ഫോണ്, പേഴ്സ്, സകല സാധനം വണ്ടിക്കകത്താണ്. അപ്പം ഞാനും വീട്ടിലിരിക്കുന്ന ഡ്രസ്സ് മാത്രമുണ്ട് നമ്മുടെ കയ്യിൽ. അപ്പം രാവിലെ എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവൻ വന്നുകൊണ്ട് അധികം വിഷയമില്ലാതെ ഇപ്പം രാവിലെ ഓണറുടെ അടുത്തുനിന്ന് പോയി. ഇപ്പം തിരിച്ചാ വണ്ടിക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. വണ്ടി കിടക്കുന്നിടത്തേക്ക് വൈറ്റിലെ ഹബ്ബിൽ തന്നെ വണ്ടി കിടക്കുന്നത്. നമ്മൾ കിടന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് തന്നെ വണ്ടി കിടക്കുന്നത്. അപ്പോൾ ഇനി ആള് പറഞ്ഞത് സ്കെയിൽ എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ നൈസായിട്ട് ആ ഡോറിൻ്റെ സൈഡിലൊന്ന് തിക്കി എന്തെങ്കിലും ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം അതേ ഉള്ള മാർഗ്ഗം. അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ നിന്ന് ആൾ വരേണ്ടി വരും എന്ന് പറയും. വർക്ക്ഷോപ്പിൽ നിന്ന് ആളെ ഒന്നും വിളിക്കാൻ ഉള്ള വകുപ്പുണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് തന്നെ ചെയ്യാമെന്നുള്ളൊരു മൈൻഡിലായിരിക്കുന്നത്. അപ്പം നിലവിലിപ്പം നമ്മൾ രാവിലെ ട്രിപ്പ് നമ്മുടെ ആപ്ലിക്കേഷൻസ് എല്ലാം ഓൺ ആക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുമായിരിക്കും ചിലപ്പം. അപ്പോൾ എന്തായാലും ഇപ്പോൾ എടുക്കാൻ പറ്റുന്ന അവസ്ഥയല്ല. നമ്മളിപ്പം ലോക്കാണ് നിലവിൽ വണ്ടി. അപ്പം ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പം സമയം ഏകദേശം ഒരു 7:30 ഒക്കെ ആയിട്ടേ ഉള്ളൂ. നമുക്ക് പോയിട്ട് ഇനി കട തുറന്നിട്ട് വേണം ഒരു സ്കെയിൽ മേടിക്കണം. 30 സെൻറ്റിമീറ്ററിൻ്റെ സ്റ്റീലിൻ്റെ സ്കെയിൽ വേണം. ആ സ്കെയിൽ വാങ്ങിയിട്ട് നമുക്ക് ഡോറിൻ്റെ സൈഡിലിട്ട് ഇണക്കണം. അപ്പോൾ അങ്ങനെ നമുക്കിനി അത് നടക്കുകയുള്ളൂ. അപ്പം ഞാനിപ്പോൾ അവനെയും കൂട്ടി അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുക. വണ്ടി കിടക്കുന്നിടത്തേക്കാണ് വീണ്ടും. വെറുതെ രാവിലെ അവിടെ വരെ പോകേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ ആളെ വിളിച്ച് ചോദിക്കാന്ന് വെച്ചാൽ ഫോണും ഇല്ലായിരുന്നു നമ്മുടെ കയ്യിൽ. അതുകൊണ്ടാണ് പോയി ചോദിക്കേണ്ടി വന്നു. പോയി അവിടെ ചെന്നപ്പം സമാധാനമായി, സ്പെയർ കീ ഇല്ല. അപ്പം ഞങ്ങളിപ്പോൾ വന്ന വഴിക്ക് ഇവിടെ എല്ലാം നോക്കണം. ഫ്രണ്ട് ഇങ്ങോട്ട് കാണിച്ചോളാം. രാവിലെ കടകളൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് നമുക്ക് നല്ല പണിയാണ് കിട്ടിയത്. രാവിലെ എല്ലാ കടയും തുറന്നു വരുന്നേ ഉള്ളൂ. ഇപ്പം സ്റ്റേഷനറി കടയൊക്കെ തുറന്നു വരുമ്പോഴത്തേക്ക് ഏകദേശം 9 മണിയൊക്കെ ആവുമെന്നാണ് ഇപ്പം പറയുന്നത്. ഞങ്ങളിവിടെ എല്ലാം നോക്കി, ഒരിടത്തും കടയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് പരങ്കം വെക്കുന്ന കാണാം. എന്തെങ്കിലും കാണിച്ച് വണ്ടി ഒന്ന് കുത്തി പൊളിക്കണം. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. നമ്മൾ വൈറ്റിലെ ഹബ്ബിലാട്ടോ നിൽക്കുന്നത്. വൈറ്റിലെ ഹബ്ബിലല്ല, വൈറ്റിലെ ജംഗ്ഷനിൽ വണ്ടിയെ കിടപ്പണം. നമ്മൾ ഈ കടയിൽ നിൽക്കുക കേട്ടോ. ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ രാവിലെ എന്നെ വിളിക്കാനായിട്ട് എൻ്റെ അടുത്ത് വിളിക്കാനല്ല, അവൻ ബൈ ചാൻസ് വന്ന് ചാടിയതാ. ചെറുക്കം പെട്ടു. ഇപ്പം ഞാൻ അവനൊരു ബാധ്യതയായി. വണ്ടി ലോക്കായി, അവരെൻ്റെ അടുത്ത് ലോക്കായി. ഇപ്പം ഇവിടെ ഉണ്ടെന്ന് പറയും. ഈ കട തുറന്നാൽ ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ ലാമിനേഷനും കളറും ഇടയ്ക്ക് ഉണ്ട്. ഇത് തുറന്നാൽ ഇവിടെ സാധനം കിട്ടുമെന്നാണ് പുള്ളി പറഞ്ഞത്. ഒരു അപ്പച്ചൻ മതി ഞങ്ങളോട് ഇതൊക്കെ പറയട്ടെ കേട്ടോ. പോയെ നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നത്, ആ ബ്രിഡ്ജിൻ്റെ അവിടെ, അപ്പുറത്തേക്കുള്ള പാലത്തിൻ്റെ അവിടെ വണ്ടി കിടക്കുന്നത്. എന്തായാലും ഇത് തുറക്കുക, നോക്കിയിട്ട് നമുക്ക് സ്കെയിലൊന്നും മേടിക്കാം. നമ്മൾ ചെറിയ സ്കെയിൽ മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പരിപാടി നടക്കുമെന്ന് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ബീഡിങ് വെക്കണോടാ? ഓ, ബീഡിങ് നടക്കേണ്ടി വരും. നിങ്ങൾ അത് അകത്തേക്കുണ്ടോ, കീറിപ്പോവുള്ളൂ. ഇവിടെ തന്നെ കുത്താൻ നോക്കി. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പരിപാടി വീട്ടിലാരും അനുകരിക്കരുത്. അനുകരിച്ചാൽ ചില തന്തേലം എന്നുള്ളതെങ്കിൽ കുത്ത് കിട്ടും. എന്ത് വന്നാലും അവർ തന്നെ സ്വയം ഏറ്റെടുത്തോളം. തന്തേലം എന്നുള്ളതെങ്കിൽ കുത്ത് കിട്ടും. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അവിടെ അതിൻ്റെ ഒരു ക്ലാപ്പുണ്ട്, പക്ഷെ അത് സെറ്റാകുന്നില്ല. അപ്പുറത്ത് നോക്കിയാലോടാ. ആ, നമുക്ക് അപ്പുറ സൈഡിൽ നോക്കാം കേട്ടോ. ഇവിടെ നമ്മുടെ താക്കോലും സാധനമൊക്കെ ഇതിൻ്റെ അകത്ത് സേഫായിട്ട് ഇരിപ്പുണ്ട്. ബാഗ് ഇരിപ്പുണ്ട്. എൻ്റെ അപ്പുറത്ത് തന്നെ താക്കോലും കാര്യമുണ്ട്. എടാ ഇവിടെ നോക്കിയടാ, ഇതൊക്കെ ലോക്കുണ്ട്. ഇപ്പോൾ തട്ടുന്നുണ്ട് കേട്ടോ. ഡോറിനോട് തട്ടുന്നുണ്ട് സാധനം. മോങ്ങാനിരുന്നവൻ്റെ തല തേങ്ങ വേണമെന്നുള്ള കാര്യം കേട്ടിട്ടുണ്ടോ? ഇതാണ് ആ സംഗതി. തട്ടുന്നുണ്ട്, ഡോറാ തട്ടുന്നുണ്ട്. ഞാൻ നോക്കിയായിരുന്നു. രാവിലെ ഇതുപോലുള്ള പണിയൊക്കെ കിട്ടുവാണ് അന്നത്തെ ദിവസം അടിപൊളിയായിരിക്കും കേട്ടോ. ഇപ്പം കണ്ടില്ലേ എന്നെ? ഞാൻ നല്ല അടിപൊളിയായിട്ട് രണ്ടുപേരും നിന്ന് ഒരു തച്ച് പണി കഴിച്ചു. അതെ, ഇന്നത്തെ തച്ച് പോയി. ഇതോട് ചെയ്യാൻ നോക്കട്ടെ. വളച്ചു വെച്ചിട്ട് കാര്യം ഇവിടെ നിന്നാണ്.
പോലീസുകാര് സെറ്റാണ് ഗൈസ്. പോലീസുകാരെ ഞാൻ നേരെ അന്തറ രണ്ടും. ആരെയും ജാമ്യത്തിൽ എടുക്കാൻ മറന്നു വരും. നമ്മുടെ വണ്ടിയൊക്കെ ആയിരിക്കും, പക്ഷേ വലിയ ഡാമേജ് ഇല്ലാതെ സാധനം സെറ്റാക്കാം കേട്ടോ. ചെറുക്കൻ രാവിലെ വേറെ ഇവിടെ നിന്നു. അതെ അതെ, അടിച്ചു ഇവിടം വരെ വന്ന യൂബർ ഓടി ഇവിടം വരെ വന്ന് പണി മേടിച്ച് ദേ കിടക്കുന്നു എന്റെ വണ്ടി. വണ്ടി കിടക്കണം, പക്ഷെ അവനിവിടെ നിൽപ്പുണ്ട്. പറഞ്ഞിട്ട് ഒരു ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടനൊന്ന് കിട്ടുമായിരുന്നെങ്കിൽ തെറ്റായിരുന്നു. പുള്ളിക്ക് ഇതിനെ പറ്റി എന്താ ആശയം ഉള്ള ആളാണ്. ഇവിടെ താനിങ്ങ മാറിക്കോ. ഇങ്ങോട്ട് വല്ലോ, അവിടെ ലോകം ഊമ്പൽ ഊമ്പൽ ആമ്പൽ ഊമ്പൽ. ഇത്ര നേരം സ്കെയില് കിട്ടിക്കഴിഞ്ഞാൽ മറിക്കാന്നായിരുന്നു. സ്കെയില് കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? നല്ല മറിയാ മറിച്ചോണ്ടിരിക്കുന്നത്. ഇനി നീ നോക്ക്, ഞാൻ കുറച്ച് ക്യാമറ അസിസ്റ്റന്റ് ആവാം. ആ കോൺഫിഡൻസ് അങ്ങ് കുറഞ്ഞു കേട്ടോ. രാവിലെ കുളിച്ച് റെഡി ആയിട്ട് മറ്റേ ചേട്ടാ വൈകിട്ട് നേരത്തെ പറഞ്ഞുള്ള പാട്ടിലെ അങ്ങനെ ഒരു റീൽസ് ഉണ്ടല്ലോ, അതുപോലെ ഒക്കെ റെഡി ആയിട്ട് നിന്നാ കേട്ടോ. എന്തായാലും തുറക്കോ ഇല്ലെന്ന് അറിഞ്ഞിട്ട് നമുക്ക് ഇനിയും കാണാം കേട്ടോ. ഡോറ് തുറന്നിട്ടുണ്ട് കേട്ടോ വണ്ടിയുടെ. ഞങ്ങളെ സ്കെയില് വെച്ച് നമ്മൾ അവർ പറഞ്ഞ കണക്കിലൊന്നും നോക്കിയിട്ട് പറ്റിയില്ല. നമ്മുടെ അതിൻ്റെ അകത്തുള്ള ലോക്ക് ചാടിപ്പോയി. അപ്പം നമുക്ക് വേറെ ഒന്നും പിന്നെ ചെയ്യാനില്ലായിരുന്നു. പിന്നെ ആ ലോക്ക് ചാടിപ്പോയ ലോക്കെ ഞാൻ ഈ ഹോളിൻ്റെ അകത്ത് കയറ്റിയിട്ടിട്ട് പൊക്കി. അപ്പം ഇനിയിപ്പോൾ അത് റെഡിയാക്കണം എന്തായാലും അഴിച്ചിട്ട്. ലോക്കേത് പൊക്കിയിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞപ്പോൾ സാധനം സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഡോറ് ഓക്കെയാണ്. ഡോറ് ലോക്ക് ചെയ്യാൻ പറ്റില്ല. ഡോറ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഒന്ന് എടുത്തിട്ട് ഡോറ് ലോക്ക് ചെയ്യാൻ മതി. നമുക്ക് റിമോട്ടിൽ ലോക്കാക്കി കഴിഞ്ഞാൽ പിന്നെ പോകുമല്ലോ. അപ്പം കയ്യൊക്കെ മൊത്തം അഴുക്കായി. കയ്യൊക്കെ ഞങ്ങൾ ഇത്ര മണ്ണിൽ കിടക്കുമല്ലോ. കാറ്റൊക്കെ എടുത്തിട്ട് മൊത്തം കുളമായിട്ടുണ്ട്. വീടിക്കെല്ലാം പറഞ്ഞിട്ടില്ല, അതൊക്കെ സെറ്റ് ചെയ്യണം. ട്രിപ്പ് അത്യാവശ്യം ഒന്ന് അടിക്കുമല്ലോ കേട്ടോ. ഇങ്ങനെയുള്ള സമയമായിട്ടാണ് തോന്നുന്നു. നന്നായി ട്രിപ്പ് അടിക്കണം. നമുക്ക് പോകാൻ പറ്റാത്തൊരു സമയമായിട്ടാണ് തോന്നുന്നത്. കൈ മുഴുവൻ ചെറിയ കഴിയുമല്ലോ. അത്യാവശ്യം നല്ല ബ്ലോക്കായിരുന്നു. ഇത് നമ്മൾ ഇപ്പോൾ സമയം ഏകദേശം 11 മണിയായിട്ടുണ്ട്. രാവിലെ തുടങ്ങിയ അംഗമാണ്. വെളുക്കുന്ന സമയത്ത് കിട്ടിയ പണിയാണ്. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് എല്ലാം സെറ്റാക്കിയിട്ട് വണ്ടി കയറി നിന്നിട്ട് കാണാം. വണ്ടി ലോക്കൊക്കെ അടിച്ച് നമ്മൾ കുറച്ച് അപ്പുറത്തുള്ളൊരു പമ്പിലേക്ക് പോവാം കേട്ടോ. അവിടെ പോയി ഒന്ന് ശരിക്കും പറഞ്ഞാൽ കുളിക്കേണ്ട അവസ്ഥയാണ്. നമുക്ക് എന്തായാലും ഇപ്പോൾ ഒന്ന് കാലും കൈയൊക്കെ ഒന്ന് കഴുകി മുഖമൊക്കെ ഒന്ന് കഴുകി മേക്കപ്പ് ഒക്കെ ഇട്ട് ഇറക്കാം. മേക്കപ്പ് ഒക്കെ ഇട്ട് ഇറക്കിയിട്ട് കാര്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ ഈ സമയം ഇത്ര ആയില്ല. ഇനിയിപ്പോൾ വലിയ ഒരു സംവിധാനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഈ ഡോറ് ലോക്ക് തുറന്ന സമയത്ത് പോലും ട്രിപ്പുകളൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഡ്രസ്സൊക്കെ കിട്ടിയെടുത്തിട്ടു നേരെ വണ്ടിയായിട്ട് ഇറങ്ങി കേട്ടോ. വേറെ ഒന്നും ചെയ്യില്ല. ശരിക്കും ഞാൻ ഓർത്ത് പെട്ടെന്നാണ്. കാരണം നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഞാൻ കിടന്നുറങ്ങി, രാവിലെ എഴുന്നേറ്റു. സാധാരണ ഞാൻ താക്കോൽ എപ്പോഴും എൻ്റെ പോക്കറ്റിലാണ് ഇടാറ്. പക്ഷേ ഇന്ന് എന്താ പറ്റി വെച്ച് കഴിഞ്ഞാൽ അവൻ വന്നു. അപ്പോൾ അവനോട്ട് സംസാരിച്ച് നിന്ന് ഡ്രസ്സൊക്കെ മാറാനുള്ള പ്ലാനിങ് നിന്നായിരുന്നു. അപ്പോൾ ഡ്രസ്സും മാറി, ഫോണും നമ്മുടെ ചാവി എല്ലാം കൂടെ കൂടി ബാക്കി സീറ്റിൽ അങ്ങോട്ട് വെച്ചു. എന്നിട്ട് ഡ്രസ്സ് മാറിക്കണം. ഇപ്പോൾ ഡോറ് പയ്യെ വന്നാൽ അടഞ്ഞേ ഉള്ളൂ. അപ്പം ഞാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. അതാണ് പണി കിട്ടിയത്. ശ്രദ്ധിച്ചുമില്ല. ഡോർ അടഞ്ഞു കഴിഞ്ഞപ്പം ഓക്കെ ലോക്കാന്ന് മനസ്സിലായി. അപ്പം അവനും പറഞ്ഞു എടാ ഡോറ് ലോക്കായി. അവിടുന്ന് പിന്നെ ആ ഓണർ, ഞാൻ പറഞ്ഞില്ല, ഓണറുടെ അടുത്ത് പോയിട്ടും പ്രയോജനമൊന്നും ഉണ്ടായില്ല. പുള്ളിയുടെ അടുത്ത് ചാവി ഇല്ല. പുള്ളി ഇപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ചാവി എവിടെയെങ്കിലും സമയം കിട്ടുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ഒന്ന് എടുത്ത് വെച്ചോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചാവി എടുത്ത് വെച്ചില്ലേ പണി കിട്ടും. കാരണം ഇനിയിപ്പോൾ നമുക്ക് ഈ ബീഡിങ് അഴിച്ച് നമുക്ക് അത് റെഡിയാക്കണം. കാരണം അതിൻ്റെ അകത്ത് ലോക്ക് ഇതായി കിടക്കും. നമുക്കിപ്പോൾ അവിടുന്ന് വണ്ടി ലോക്കാകാം, അകത്തുനിന്ന് ലോക്കാക്കുകയും എല്ലാം എടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ അല്ലാത്ത ഒരു പരിപാടി നടക്കുമല്ലോ ഇപ്പം നിലവിൽ. അപ്പോൾ അതുകൊണ്ട് ഒരു ഓട്ടക്കറിഞ്ഞിട്ട് നോക്കുന്നുണ്ട് ഇവൻ എന്നെ കാണിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇപ്പോൾ വേറെ ഒരു പരിപാടി നടക്കുമല്ല. ഇപ്പോൾ ഇനി പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് വീണ്ടും ഇറങ്ങാമെന്നുള്ള ഒരു ഇത് നടക്കുള്ളൂ. അവൻ വന്നില്ലായിരുന്ന ശരിക്കും പെട്ടുപോയി കേട്ടോ. അവൻ വന്നില്ലായിരുന്ന ശരിക്കും പെട്ടുപോയി. കാരണം എനിക്ക് ഫോൺ വണ്ടിക്കകത്താണ്. ഒരു മനുഷ്യനെ അറിയാവുന്ന ആരെയും വിളിക്കാനുള്ള സാഹചര്യം ഇല്ല. അതേപോലെ വേറെ ഒന്നും ചെയ്യാനില്ല. നമ്പർ ഒരാളുടെ പോലും കാണാതെ അറിയത്തില്ലല്ലോ. അപ്പോൾ അവൻ വന്ന് അവൻ്റെ വണ്ടിയായിട്ടാണ് പോയത്.
അവൻ്റെ വണ്ടിയായിട്ട് പോയിട്ട് എന്തായാലും അവനും കൂടെ നിന്ന് ഇത്ര നേരം 6:30 വന്നാൽ അവനും കൂടെ നിന്ന് ഇത്ര നേരം എന്തായാലും. അതുകൊണ്ട് നമുക്കൊരു സമാധാനമായിട്ടുണ്ട്. എന്തായാലും നമുക്ക് പമ്പിൽ ചെന്നിട്ട് കാണാം. പമ്പിൽ ചെന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് കാണാം. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇവിടെ അടുത്തുള്ളൊരു പമ്പി വന്നിട്ടുണ്ട് കേട്ടോ. ജിയോയുടെ പമ്പിലാണ് നിൽക്കുന്നത്. ജിയോയുടെ ഈ പമ്പി വന്ന് അവിടെ ബാത്റൂം ഉണ്ടായിരുന്നു. നമ്മൾ കയറി കൈയൊക്കെ ഒന്ന് കഴുകി ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പം അജ്മൽ നമ്മുടെ ഉണ്ടായിരുന്നോണ്ട് നമുക്കിന്ന് വലിയ ഉപകാരമായി. ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലായിരുന്നോ, ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. രാവിലെ 6:30 ആയപ്പോൾ ചെറുക്കൻ അന്നേരം എൻ്റെ അടുത്ത് വന്നതാ. അത് കഴിഞ്ഞ് എന്നെ വന്ന് വിളിച്ചെഴുന്നേപ്പിക്കുന്ന ഇവനാണ്. അപ്പം ഞാൻ ഒന്ന് എഴുന്നേറ്റ് ഞങ്ങൾ രണ്ടുപേരും ഒന്ന് ഫ്രഷ് ആകാൻ പോയി തിരിച്ചു വന്നപ്പോഴാണ് ഇത്ര സംഭവം നടക്കുന്നത്. ചെറുക്കൻ അതുവരെ എൻ്റെ കൂടെ നിന്ന്, ഇതുവരെ എൻ്റെ കൂടെ നിന്നു കേട്ടോ. നിന്ന് ലോക്ക് അഴിക്കാനായിട്ട് ഞാൻ പണിതിനൊക്കെ കൂടുതൽ അവൻ പണിതു. അവനെ വന്നിട്ട് ടേപ്പ് മേടിക്കാൻ പോയപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ. അപ്പോൾ ഇവൻ പറഞ്ഞാൽ അത് സക്സസ് ആവുമല്ലോ, നമുക്ക് പോയി നോക്കാൻ ചേട്ടാ, ഈ വേറെ ടേപ്പിന് വേണ്ടി നോക്കാമെന്ന് പറഞ്ഞാൽ ടേപ്പ് മേടിക്കാൻ പോയേക്കുമായിരുന്നു. അങ്ങ് നടന്ന് ടേപ്പ് മേടിക്കാൻ പോയപ്പോൾ ഞാൻ പിന്നെ അൺലോക്ക് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ വിളിച്ച് പറഞ്ഞടാ സംഭവം എടുത്തിട്ടുണ്ടെന്ന്. എനിക്കുണ്ടായൊക്കെ കൂടുതൽ സന്തോഷം ഇവനായിരുന്നു നോക്കിയിട്ട്. കാരണം അഴിഞ്ഞു, എങ്ങനെ അഴിഞ്ഞെന്നൊക്കെ ചോദിച്ചാ ചെറുക്കൻ വന്നത്. അവന് വേറെ എനിക്ക് ഇവിടെ വേറെ അങ്ങനെ കമ്പനിക്കാരൻ എനിക്ക് 2-3 പേരേ ഉള്ളൂ ഇവിടെ കമ്പനിക്കാർ. പിന്നെ വണ്ടിയുടെ ഓണർ അങ്ങനെ കുറച്ച് പേരെ എനിക്ക്. അല്ലാതെ വണ്ടിക്കാരായോണ്ട് അല്ലേ, വണ്ടിക്കാരെ എവിടെ കണ്ടാലും നിർത്തും കേട്ടോ. കുറെ വണ്ടിക്കാരൊക്കെ നമ്മളോട് ചോദിച്ചു. ഞങ്ങൾ കുറെ വണ്ടിക്കാരുടെ സ്കൂട്ടറുകാരൊക്കെ ചോദിച്ചു ഇറങ്ങി വന്നിട്ടൊക്കെ അതെ. ഒരു ഓട്ടോച്ചേട്ടൻ വന്ന് നമ്മളോട് സ്കൂട്ടറിന് തന്ന് പുള്ളി ഐഡിയ ഒക്കെ പറഞ്ഞു തന്നിട്ട് പുള്ളി ഓട്ടം വന്നപ്പോൾ പുള്ളി പോയി കേട്ടോ. എന്നാലും വണ്ടിക്കാരായോണ്ടോ കേട്ടോ അങ്ങനെ ഒരു സംഭവം. വേറെ ഒത്തിരി ആളുകൾ ഇവിടെ വന്നു പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ അങ്ങനെ ആർക്കും ആരുടെ സെന്റിമെന്റ്സ് അല്ലേ അങ്ങനെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. പക്ഷെ ചില ആൾക്കാരൊക്കെ ഉണ്ട്, അവർക്ക് അങ്ങനത്തെ ഉണ്ട്. പക്ഷെ ചില നല്ല ആൾക്കാരൊക്കെ ഉണ്ട്. അതെ. അപ്പം പക്ഷെ ഭാഗ്യത്തിൽ നമ്മൾ കണ്ടുമുട്ടിയാലും നല്ല ആൾക്കാരാണ് നമ്മള്. ഞാൻ ഇപ്പൊ എനിക്ക് ഇവരെ പരിചയം എന്ന് പറഞ്ഞാൽ ഒരു 1.5 വർഷം അല്ലേ അടുത്തായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇവിടെ വന്നപ്പം ഞാൻ ഫസ്റ്റ് വന്ന താമസിച്ച ഹോസ്റ്റലിൽ ഇവനും ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള പരിചയം. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ കോൺടാക്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ വേറെ കുറച്ച് പേരുണ്ടായിരുന്നു അല്ലേ, അവരൊന്നുമായിട്ട് പിന്നെ കോൺടാക്ട് ഇല്ല. എന്നാലും ഞങ്ങൾ ഇപ്പോഴും കോൺടാക്ട് ഉണ്ട്. അപ്പം എനിക്ക് വേറെ ആരും വിളിക്കാനും ഇല്ല. ഇവൻ വന്നില്ലായിരുന്നെങ്കിൽ ശരിക്കും അത് യൂബർ ഓടി തന്നെ അടുത്ത് വന്നതുകൊണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി. ഇല്ലായിരുന്നു ശരിക്കും ഞാൻ പെട്ടേനെ കേട്ടോ. ശരിക്കും പെട്ടെന്ന് പറഞ്ഞാൽ എന്റെ ഫോണ് സകല സാധനം വണ്ടിക്കകത്തല്ലേ. അപ്പൊ നമുക്കൊരാളെ വിളിക്കാനോ ഒന്നിനും പറ്റില്ല. ശരിക്കും ലോക്കായിരുന്നു. പിന്നെ ഇവന്റെ വണ്ടി എടുത്ത് ഓണറുടെ വീട്ടിൽ പോയി സ്പെയർ കീ ഉണ്ടോ ചോദിക്കാനായിട്ട്. ഞാൻ പറഞ്ഞില്ലേ അവിടെ ചിലപ്പം സ്പെയർ കീ ഇല്ല. ആള് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് സ്പെയർ കീ പറഞ്ഞ് എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരു സ്പെയർ കീ എടുത്ത് വെക്കണം. നമുക്കിപ്പോ ലോക്ക് നിലവില് വേറെ വിഷയമൊന്നുമില്ല. ഇതിപ്പോ നമുക്ക് അകത്തുനിന്ന് ലോക്കാക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. ലോക്കാക്കിയ ഫുള്ള് ലോക്കാവും. അകത്തുനിന്ന് നമുക്ക് ലോക്ക് എടുക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിന്റെ ഈ ഡോറിന്റെ ഈ സൈഡിൽ ലോക്ക് ഉണ്ട്. ഇതിന്റെ ലോക്ക്, അതായത് നമ്മൾ പുറത്തുനിന്ന് താക്കോലിട്ട് അൺലോക്ക് ചെയ്യുന്ന ലോക്ക്, അതുപോലെ റിമോട്ട് നമ്മൾ ഇതാക്കി ലോക്കാക്കി കഴിഞ്ഞാൽ ഇത് വരില്ല. അപ്പൊ അതൊന്നും ജസ്റ്റ് ഇനിയിപ്പോ എവിടെയെങ്കിലും ഇറങ്ങും ഗ്ലാസ് ഇടിച്ചിട്ട് താത്തി വെക്കണം. ഇനിയിപ്പോ നാട്ടിൽ പോയിട്ട് നമുക്ക് ഇത് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. ഇവിടെ ചെറിയ കാണിച്ചത് ഇവിടെ ഒരു ചെറിയ ഒരു ഹോൾ ഉണ്ട്. ഈ ഹോളിൽ ഇട്ട് ഇത് ഈ ഒരു ബീഡിങ് പൊക്കി കഴിഞ്ഞാൽ ഇവിടെ സ്ക്രൂ ഉണ്ട്. അപ്പൊ ആ സ്ക്രൂ പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇത്രയും സാധനം അഴിക്കാം, ഊരിയെടുക്കാം. അത് ഊരി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ജസ്റ്റ് ഒരു ലോക്ക് അത് കയറ്റി വെച്ചാൽ മതി. അപ്പൊ അത്രേ ഉള്ളൂ. അത് നമുക്ക് വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്കും വീട്ടിൽ പോകുന്നുണ്ട്. വന്നിട്ട് ഇപ്പൊ 3 ആഴ്ചയായി. ഇത് 3ാമത്തെ ആഴ്ച. അപ്പൊ വീട്ടിൽ പോയത് വരെ പറ്റിയിട്ടില്ല. അപ്പൊ എന്തായാലും വീട്ടിൽ പോകുമ്പോൾ അത് ചെയ്യാം. ഇവിടെയൊക്കെ ഇതിൽ വർക്ക്ഷോപ്പിൽ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്യാഷ് മേടിക്കും കേട്ടോ. നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത രീതി. പ്രത്യേകിച്ച് ഈ ലോക്ക് ചാടി കിടക്കുന്ന സമയത്ത് നമ്മളിത് പണതും കൂടെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം പണി പാടാം. അതുകൊണ്ട് ഞങ്ങൾ വിളിച്ചില്ല ആരെയും. എന്തായാലും ആ സ്കെയിലാ തന്നെ പരിപാടി തീർന്നുള്ളൂ. ഞങ്ങൾ സ്കെയിൽ മേടിച്ചത് യൂട്യൂബിലൊക്കെ എടുത്ത് നോക്കി. സ്കെയിൽ ഇങ്ങനെ കുത്തിയുള്ള പരിപാടി നമ്മൾ നോക്കിയത്. പക്ഷെ അത് സക്സസ് ആവുന്നില്ലായിരുന്നു. അതായത് ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല, ഓരോ വണ്ടിയുടെയും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലും വ്യത്യാസം കാണാം. അപ്പം ഭാഗ്യത്തിന് ആ ലോക്ക് ചാടി പോയതുകൊണ്ട് ഇങ്ങനെ ഐഡിയ തോന്നിയത്. അങ്ങനെ ഐഡിയ തോന്നുന്നുണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സംഭവം ആ ലോക്ക്. അതിനിടയ്ക്ക് ഞാൻ ഈ സ്കെയിലിന്റെ ആ ഹോൾ ഇങ്ങനെ ഇട്ടിട്ട് വീട്ടിലേക്ക് പൊക്കുക ചെയ്തത്. ഇങ്ങനെ ഹോള് പൊക്കിക്കൊണ്ട് നമുക്ക് ആ സംഭവം എടുത്ത് റെഡിയായി കിട്ടി. അപ്പൊ ഇനിയൊന്ന് ഇച്ചിരി ശ്രദ്ധിക്കണം. കാരണം ഇതിപ്പോ ചെറിയൊരു അശ്രദ്ധയാണ് ശരിക്കും പറഞ്ഞത്. പക്ഷെ അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ലോർ അടഞ്ഞു പോകുന്നുള്ള കാര്യം നമ്മൾ അത്രയും ശ്രദ്ധിക്കണം. അശ്രദ്ധയൊന്നും പറയാൻ പറ്റില്ല. ഇതിപ്പം സ്വാഭാവികമായിട്ട് സംഭവിക്കാന്നുള്ളൂ. സംഭവിക്കുന്നുള്ളൂ. ഇതിപ്പം വേറെ കാര്യമുണ്ട്. എന്റെ അടുത്ത ഒരാളുകൂടെ ഉണ്ടായിരുന്നോണ്ട് നമുക്ക് കുഴപ്പമില്ല. അതുകൊണ്ട് ഇച്ചോടെ പേടിക്കാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. വണ്ടി ലോക്കായി പോയി ഫോൺ ഓണറെ വിളിച്ചു പറയാൻ പറ്റില്ല, ആരെയും വിളിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞ് നമുക്ക് അത് ഒരിക്കലും വേറെ ഒന്നും ചെയ്യാനില്ല. അവിടെ വരുന്ന വണ്ടിക്കാർ ഹെൽപ്പ് ചെയ്യാതിരിക്കില്ല കേട്ടോ. അത് 100% ഉറപ്പാണ്. പക്ഷെ എന്നാലും അവർക്ക് ഒരു ഓട്ടം വരാൻ നേരത്തെ അവര് പോയി അത് നമുക്കൊന്നും അതിന് പറയാൻ പറ്റില്ല. ഇപ്പൊ എനിക്ക് ഇവനെ അറിയാം, ഇവനെന്നെ ഇത്ര അറിയാവുന്നതുകൊണ്ട് ഇവന്റെ രാവിലത്തെ ട്രിപ്പ് മുഴുവൻ കളഞ്ഞിപ്പോ ഇത്ര നേരം നിന്നു. അപ്പൊ ഇവന്റെ ഇപ്പം ഡ്രൈവിംഗ് ടൈം വേറെ കുറെ തീർന്നു. അപ്പൊ ഇനി ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്ത് അവന് ഡ്രൈവിംഗ് ടൈം ഒരു 14 മണിക്കൂർ ഇപ്പൊ കിട്ടും. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പം എനിക്ക് വന്നിട്ട് ഇപ്പൊ ഇവിടെ വന്നപ്പോൾ 2 ട്രിപ്പ് അടിച്ചു. പിന്നെ ഞാൻ എടുത്തില്ല. ഇവനോട് വന്നിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് പോകാന്നുള്ള രീതി ഞാൻ എടുത്തില്ല. 2 ട്രിപ്പ് കിട്ടി, അത് ഞാൻ എടുത്തില്ല. അതിന് വേറെ ഒന്നും ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല. നിലവിലിപ്പം നമ്മൾ നിൽക്കുന്ന സാഹചര്യം ഞാൻ കാണിച്ചു തരാം. 0-0 0-0 നിൽക്കുന്നത്. ഇനി ഇതെന്ന് വേണം തുടങ്ങാനായിട്ട്.
ട്രിപ്പൊന്നും നിലവിൽ അടിച്ചിട്ടില്ല. അപ്പൊ ഇത് 0 ആണ്. നിലവിൽ യാത്രയിൽ നമ്മൾ ട്രിപ്പ് കൂടുതൽ എടുക്കുന്നില്ല, എന്നാലും യാത്രയിലും നിലവിൽ 0 ആണ് നിൽക്കുന്നത്. അപ്പം ഞാൻ ഇത് അൺലോക്ക് ചെയ്ത സമയത്തൊക്കെ നമുക്ക് ട്രിപ്പ് അടിക്കുന്നുണ്ടായിരുന്നു. അകത്ത് വെച്ച് നോക്കുമ്പോഴും അകത്ത് നമ്മൾ ഫോൺ നോക്കുമ്പോഴും ട്രിപ്പ് അടിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഡ്രൈവിംഗ് ടൈമൊക്കെ കിടപ്പുണ്ടെന്ന് തോന്നുന്നു. 13 മണിക്കൂറുണ്ട് ഇനി. ഒരു 13 മണിക്കൂർ 48 മിനിറ്റ് കൊണ്ടിനി. അപ്പൊ അതുകൊണ്ട് നമുക്ക് വലിയ വിഷയമില്ല. നൈറ്റ് വരെ ഒക്കെ നിന്ന് ഓടാനേ ഉള്ളൂ. ഇന്ന് ഇച്ചിരി പാട് വരും കേട്ടോ, കാരണം ഇനി ഒരു മണിക്കൂർ അല്ലെ ഇത്രയും കിടക്കേണ്ട വരും. ഇനിയിപ്പോ ഉച്ചയും കൂടി ആയില്ലേ, ട്രിപ്പിന് പൊതുവെ കുറവാണ്. ചൊവ്വാഴ്ചയും കൂടി ആയതുകൊണ്ട് ഇന്ന് ചൊവ്വാഴ്ചയല്ലേ ഇന്ന് ചൊവ്വാഴ്ചയും കൂടെ ആയതുകൊണ്ട് ചുമ്മാ വണ്ടി ചൊവ്വാഴ്ചയായിട്ട് നമുക്ക് ചുമ്മാ ഇന്ധനം കത്തിക്കാനുള്ളൂ. അതുകൊണ്ട് എവിടെ ഒതുക്കിയിട്ട് ട്രിപ്പ് അടിക്കുന്ന മാത്രം എടുത്തോണ്ട് പോകാനുള്ളൂ. ഇതിനകത്ത് ഇങ്ങനെയൊക്കെ ഉള്ളതാണ് വണ്ടിപ്പേടിക്ക്. അതിനകത്ത് ഓവർ ടെൻഷൻ ടെൻഷൻ ഒരു കാര്യമില്ല, സംഭവിക്കാനുള്ള സംഭവിച്ചു. അപ്പൊ എന്തായാലും ദൈവം അനുഗ്രഹിച്ച് തുറന്ന് കിട്ടാൻ പറ്റി. ഇല്ലെങ്കിൽ ചിലപ്പോ ഈ ഗ്ലാസ് ഒക്കെ ബ്രേക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് താത്തു അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ ഇത് നമുക്ക് പവർ വിൻഡോ വേണ്ട, ഫ്രണ്ടിൽ ഒരു പരിപാടിയും ഗ്ലാസ് നടക്കൂല. അത് ഇലക്ട്രിക്കലി വർക്ക് ചെയ്യുന്ന അങ്ങനെ വർക്ക് ആകുന്നതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു പരിപാടി നടക്കൂല. എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് ട്രിപ്പൊക്കെ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ കാണാം. 2 ദിവസമായിട്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല. 2 ദിവസമായിട്ട് വീഡിയോ ഇടാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നല്ല ബ്ലോക്കും മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് അതിനകത്ത് വീഡിയോ എടുക്കാനോ പുറത്തിറങ്ങാനോ ഒന്നും ഒരു സാഹചര്യം നമുക്ക് ഒക്കുന്ന ഒരു അവസ്ഥയില്ലായിരുന്നു. നല്ല മഴയായിരുന്നു. ഇന്നിപ്പോൾ ചെറിയ വെയിൽ തെളിഞ്ഞിട്ടുണ്ട്. ഇന്ന് മഴ കുറയുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കും. ഇന്നിപ്പം പെയ്യുവാണെങ്കിൽ ഉച്ച കഴിഞ്ഞാൽ പെയ്യുള്ളൂ. അത് നമുക്ക് അത്രയും ബാധിക്കുമല്ല. പക്ഷെ ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് ഓട്ടം തീരെ കുറവായിരിക്കും. അപ്പോൾ എന്തായാലും 2 ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ല. അതിൻ്റെതായ ക്ഷീണം വേറെ ഉണ്ട്. അപ്പം എന്തായാലും വീഡിയോ കാണുന്നവരും സപ്പോർട്ട് ചെയ്യണം. നമ്മളിങ്ങനെയുള്ള ചെറിയ കഷ്ടതകളിൽ കൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു സാഹചര്യമൊക്കെ നമുക്ക് വീഡിയോ എടുത്തിടാൻ പറ്റുന്നുള്ളൂ. കാരണം അല്ലാത്തപ്പോൾ നമുക്ക് ഓട്ടത്തിനെടുത്ത് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ പരിമിതി ഒത്തിരി ഉണ്ട്. അപ്പം എന്തായാലും വീഡിയോ കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇനി അടുത്ത ട്രിപ്പ് എടുത്ത് നമുക്ക് പോകുന്ന വരും വഴിക്ക് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റും. നല്ല നല്ല സ്ഥലങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ വീഡിയോ എടുക്കാൻ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും. എനിക്ക് ചെറിയ ട്രിപ്പ് അടിച്ചു കേട്ടോ. നമ്മൾ വന്നിപ്പോൾ സമയം ഏകദേശം 11:30 അപ്പോഴാണ് നമ്മൾ ഓടാൻ നടക്കുന്നത്. അപ്പോൾ എനിക്കൊരു ചെറിയ ട്രിപ്പ് അടിച്ച് ഞാൻ നൈസായിട്ട് പോവുകയാണ്. കാരണം ഇനി ഇരുന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടികളൊന്നും നടക്കില്ല. അതുകൊണ്ട് ഞാൻ പയ്യെ പോകാൻ വേണ്ടി അജ്മല് അതെ നമുക്ക് ടാറ്റാന്ന് പോവാം കേട്ടോ. നമുക്ക് ഇനി ഇതുപോലെ എപ്പോഴും നമുക്ക് എപ്പോഴാണെങ്കിലും കാണാം കേട്ടോ. നമ്മൾ എവിടെയാണെങ്കിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, അതുകൊണ്ട് കാണാം. ഓക്കേടാ, നമുക്ക് എന്തായാലും പോയി ട്രിപ്പ് എടുക്കാം. നേരം വെളുത്തിട്ട് രാവിലത്തെ അംഗവും പരിപാടി എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ ഭക്ഷണം കഴിക്കുന്നത്. ഞാൻ ഭക്ഷണം കഴിച്ചു, സമാധാനമായി. നമ്മുടെ പാലാരിവട്ടത്തുള്ള സ്ഥിരം കയറുന്ന ഹോട്ടലിലാണ് കയറി കഴിച്ചത്. 2 ലിറ്റർ വെള്ളവും മേടിച്ച് വെച്ചു. ഇനിയിപ്പോൾ റെനെ മെഡിസിറ്റിയിൽ നിന്ന് ട്രിപ്പ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഇവിടെ വണ്ടി ഒതുക്കിയിട്ടിരിക്കുകയാണ്. ഇത് കലൂർക്ക് പോകുന്ന വഴിയാണ്. പാലാരിവട്ടത്ത് ഇപ്പോൾ നിൽക്കുന്നത്. റെനെ മെഡിസിറ്റി തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ചെറിയൊരു ബോർഡ് ഉണ്ടോ അവരുടെ. മഴ പെയ്യാനുള്ള ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്. പെയ്യുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ചൂടിച്ചിട്ട് കുറയും. എന്തായാലും ഭക്ഷണം കഴിച്ചു. ഇപ്പോഴാണ് ജീവൻ നേരെ വേണം. രാവിലെ ആ തിരക്കും ഓട്ടം കാരണം ഒന്നും കഴിക്കാനൊന്നും പറ്റിയിരുന്നില്ല. അപ്പോൾ ഓക്കെ, ഈ ട്രിപ്പ് എടുത്ത് നമുക്ക് കിട്ടി തുടങ്ങിയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ട്രെയിനിൽ അത്യാവശ്യം ട്രിപ്പ് അടിക്കുന്ന സമയമാണ്. ഇപ്പോൾ 2:32 അടുത്തായിട്ടുണ്ട്, 2:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇറക്കുന്ന ട്രിപ്പ് അടിക്കുന്ന സമയമായിട്ടുണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ട്രിപ്പ് കിട്ടുന്ന മതി. നമ്മളിപ്പം ആലുവയിലാട്ടോ നിൽക്കുന്നത്. സമയം 8:55, 9 മണിയായി. ഇന്ന് വലിയ ട്രിപ്പും കാര്യങ്ങളൊന്നും കിട്ടിയില്ല വലിയ കാര്യമായിട്ട്. പ്രധാന കാരണം രാവിലെ അത്രയും താമസിച്ചിറങ്ങിയോണ്ടാണ്. രാവിലെ ഞാൻ എപ്പോഴും പറയാനുള്ളത്, രാവിലെ നമ്മൾ നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ട്രിപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം ഇന്നിപ്പോൾ രാവിലെ ഈ ചാവിയുടെ താക്കോലിൻ്റെ കേസ് എങ്ങനെയാണ് വന്നുകൊണ്ട് നമുക്ക് താമസിച്ചാണ് ഓടാൻ ഇറങ്ങിയതും ട്രിപ്പ് കിട്ടിയതൊക്കെ. രാവിലെ അടിച്ച ട്രിപ്പുകൾ നമ്മൾ എടുത്തുമില്ലല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ പ്രിഫറൻസ് നമുക്ക് കുറയും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ട്രിപ്പൊക്കെ കുറവായിരുന്നു. അലച്ചിന് മാത്രം ഉണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ എന്തായാലും ഇനിയിപ്പം പയ്യെ വണ്ടി ഒതുക്കുകയാണ്. കാരണം ഇനിയിപ്പം ഓടിയാലും അലഞ്ഞറിഞ്ഞ് നടക്കാനേ ഉള്ളൂ. ഇപ്പം ഞാൻ ആലുവയ്ക്ക് ട്രിപ്പ് എടുത്ത് ആലുവ വന്നിട്ട് ആലുവ എന്നൊരു ഉള്ളിലേക്കാണ് കിട്ടിയത്. ഈ സമയത്തൊക്കെ ഉള്ളിൽ നമുക്ക് അകത്തേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ട്രിപ്പ് കിട്ടി ഒരു പോക്കുണ്ടാകുമെന്ന് ഭയങ്കര സംശയമാണ്. അപ്പോൾ അതിലും ബെറ്റർ പയ്യെ ടൗൺ പിടിച്ച് അവിടെ എവിടെയും ഒതുക്കിയിട്ട് കിടക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇന്നിപ്പോൾ വേണം നമുക്ക് ആലുവ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് കിടക്കാം. അവിടെ നമുക്ക് കുളിക്കാനും എല്ലാത്തിനും സൗകര്യമുണ്ട്. അപ്പോൾ അവിടെ കിടക്കാം. നമ്മുടെ രാവിലെ കണ്ട അജ്മൽ അങ്ങോട്ടേക്ക് എത്താമെന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ ഞങ്ങൾ ഒന്നിച്ചായിരിക്കും. അവന് വേറെ കൊണ്ട് ട്രിപ്പ് കിട്ടിയാൽ ചിലപ്പോൾ അവൻ പോകും. ഇല്ലെങ്കിൽ അവനിപ്പോൾ അത്താണിയിലുണ്ട്, ആലുവ അത്താണിയിലുണ്ട്. അപ്പോൾ അവൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഞങ്ങളൊന്ന് ഒന്നിച്ചായിരിക്കും. അല്ലെങ്കിൽ
എനിക്ക് അങ്ങോട്ട് വൈറ്റില സൈഡിലേക്ക് കിട്ടുവാണെങ്കിൽ രാവിലെ വൈറ്റില ഹബ്ബിൽ പോയി നമ്മൾ അന്നത്തെ പോലെ അവിടെ എന്നും വണ്ടി ഇടുന്നിടത്ത് തന്നെ വണ്ടിയിട്ട് രാവിലെ കുളിയും വീടൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാം. അപ്പോൾ അത് നടന്നില്ല, അങ്ങോട്ട് പോക്ക് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആലുവ പോയി കിടക്കുക. ആലുവയിൽ നിന്ന് രാവിലെ നമുക്ക് ട്രിപ്പ് എടുക്കാമായിരിക്കും. ട്രിപ്പ് എടുക്കാൻ മാത്രമല്ല, നമുക്ക് രാവിലെ ഒന്ന് എഴുതിട്ട് കുളിക്കാനും പല്ല് തേക്കാനൊക്കെയുള്ള സൗകര്യത്തോടെ നോക്കിയിട്ടാണ് ഞാൻ കിടക്കുന്നത്. കാരണം ഇവിടെ പലരും അങ്ങനെ എല്ലാ ദിവസവും കുളിയൊന്നും ഉള്ളവരില്ല, എനിക്ക് പക്ഷെ അത് മാത്രം പറ്റുമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും കുളിക്കാനും പല്ല് തേക്കാനും രാവിലെ പറ്റിയ സൗകര്യമുള്ള സ്ഥലങ്ങളിൽ ഞാൻ സാധാരണ ഇപ്പോൾ വണ്ടി വെക്കുന്നത്. അപ്പം ഇപ്പോൾ ഒന്നെങ്കിൽ ആലുവയിലായിരിക്കും, അല്ലെങ്കിൽ വൈറ്റിലേക്ക് പോകും. ട്രിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഇടപ്പള്ളിക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വൈറ്റിലേക്ക് ഉറപ്പായിട്ടും പോകും. അവിടുന്ന് പിന്നെ 6 കിലോമീറ്റർ അടുത്തേ ഉള്ളൂ. ഇടപ്പള്ളിക്കൊക്കെ കിട്ടുന്നെങ്കിൽ അവിടെ വണ്ടി വെക്കാൻ സൗകര്യമില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ പോകാമെന്ന് ഓർത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഞാൻ പ്രതീക്ഷിക്കുന്നത് നല്ല നല്ല വീഡിയോസൊന്നും ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല. അതിന് പ്രധാന കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയേക്കുമായിരിക്കും. കാരണം ഒരു ദിവസം നമുക്ക് ഇങ്ങനൊരു വീഡിയോ എടുക്കുന്ന പോലും ഈ പല സമയത്തും ഡ്രൈവ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അതുപോലെ വണ്ടി ഒതുക്കി കിട്ടുന്ന സമയങ്ങളിൽ ആൾക്കാരുള്ളപ്പോൾ നമുക്ക് അവരുടെ ഒരു പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആൾക്കാരുള്ളപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുമല്ല. അപ്പോൾ ഇന്ന് തന്നെ അജ്മൽ ഉള്ളതുകൊണ്ട് കുറച്ച് നേരമൊക്കെ വീഡിയോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റി. അല്ലെങ്കിൽ ഞാൻ തന്നെയാണെങ്കിൽ നമുക്കിതൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയ സാഹചര്യമല്ല. അപ്പം അതുകൊണ്ട് പരമാവധി നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അതുപോലെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാത്തത് അതുപോലെ ചെയ്യണം. T4 Travel by ആരോമൽ തന്നെയാണ് അതിൻ്റെ ID. അപ്പം ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഭക്ഷണം എവിടെയെങ്കിലും വാങ്ങണം. ഭക്ഷണം വാങ്ങിയിട്ട് വണ്ടിക്കകത്തിട്ട് തന്നെ കഴിക്കുക എന്നുള്ള പ്ലാനാണ്. അല്ലെങ്കിൽ ഹോട്ടലിൽ വണ്ടി ഒതുക്കാൻ സൗകര്യമുള്ളിടത്താണെങ്കിൽ വണ്ടി ഒതുക്കി അവിടെ ഇരുന്ന് ഹോട്ടലിൽ പോയിരുന്ന് കഴിക്കുക എന്നുള്ള പ്ലാനിലായിരിക്കുന്നത്. എന്തായാലും ഇവിടുന്ന് ഇപ്പം മുന്നോട്ടേക്ക് പോകണം. ആലുവ എങ്കിലും എത്തിയേ പറ്റുള്ളൂ. കാരണം ഇവിടെ ഇപ്പം ഞാൻ വന്നിട്ട് അരമണിക്കൂർ ഇവിടെ കിടന്നു. 8:30 ആയപ്പോൾ ഇവിടെ വന്നതാണ്. ഇവിടുന്ന് നിലവിൽ ഇതുവരെ ട്രിപ്പൊന്നും കിട്ടിയിട്ടില്ല. അപ്പം നമുക്കറിയാം കുറച്ച് നേരം ഒരു 10-20 മിനിറ്റ് കിടക്കുമ്പോൾ നമുക്കൊരു സ്ഥലത്ത് ട്രിപ്പ് അടിക്കാനാണെങ്കിൽ അടിക്കും. നമുക്കറിയാതെ ഈ ഒരു സമയമായതുകൊണ്ട് പ്രത്യേകിച്ച് ഇനിയിപ്പം ഇവിടുന്ന് ടൗൺ ഏരിയയിലേക്ക് ട്രിപ്പുകൾ കിട്ടാൻ പാടാണ്. എല്ലാവരും ഇപ്പം ടൗണിൽ നിന്ന് വീട്ടിലേക്ക് പോരുന്ന ഒരു സമയമായി. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം ഇവിടുന്ന് കിട്ടാൻ പാടായിരിക്കും. കാലി പോകേണ്ട വരും. കാലി പോകണം ആലുവ പോയി കിടക്കാന്നുള്ള പ്ലാനിലായിരിക്കുന്നത്. അവിടുന്ന് പിന്നെ ട്രിപ്പ് കിട്ടാത്ത പക്ഷം കാലി പോകാൻ ഒരു കാരണവശാലും നമുക്ക് പറ്റില്ല. അങ്ങനെ ഓർത്തോണ്ടായിരിക്കുന്നത്. രാവിലെ ആ പണി കിട്ടിയോണ്ടാണ്, വണ്ടിയുടെ ചാവിയുടെ ഒരു പണി കിട്ടിയോണ്ടാണ്. അല്ല ഇത്രയും വിഷയങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. അതുപോലെ അത് അൺലോക്ക് ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ കാണിച്ചത്, അൺലോക്ക് ചെയ്യാത്ത ഭാഗം കാണിച്ചത് വേറൊന്നും കൊണ്ടല്ല. ഒന്നാമത്തെ വീഡിയോ എടുക്കാൻ അവൻ സെല്ലോ ടേപ്പ് മേടിക്കാൻ വേണ്ടി പോയേക്കായിരുന്നു. ഈ ഗ്ലാസ് ഇങ്ങനെ വലിച്ച് നമ്മൾ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള പോലെ ഗ്ലാസ്സിൽ ഒട്ടിച്ചിട്ട് അത് വലിച്ച് താത്തിയിട്ട് ചെയ്യാനുള്ള പരിപാടിക്കായിരുന്നു. കാരണം ഞങ്ങൾ പയറ്റിയ പരിപാടി മുഴുവൻ വാളിപ്പോയി. അപ്പോൾ ലാസ്റ്റ് പിന്നെ ഒന്ന് നോക്കിയപ്പോൾ ഈ ഒരു ഐഡിയ സ്കെയിലിൻ്റെ ഹോളിലിട്ട് ഇങ്ങനെ കൊളുത്തിയുള്ള ഐഡിയ കിട്ടി. അങ്ങനെ ചെയ്തതാണ്. പിന്നെ അത് മെക്കാനിക്കലെ വിളിക്കാൻ വർക്ക്ഷോപ്പിൽ നാളെ വിളിക്കാൻ പറയും. കാരണം വർക്ക്ഷോപ്പിൽ നാളെ വിളിച്ചാൽ ഒന്നാമത് അവർ പറയുന്ന ഇവിടെയൊക്കെ കൂലി കൂടുതൽ, ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒന്നാമത്തെ കാര്യം കൂലി കൂടുതലാണ്. രണ്ടാമത് അവരുടെ സൗകര്യം നോക്കി വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് ഓടാൻ പറ്റിയൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ വണ്ടി കൊണ്ടൊക്കെ നടക്കുന്നില്ല. അപ്പോൾ എന്തെങ്കിലും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. പ്രത്യേകിച്ച് ഞങ്ങൾ ഇടുക്കിക്കാരെ സംബന്ധിച്ച് ഞങ്ങൾ എങ്ങനെ എറിഞ്ഞാലും 4 കാലം നിൽക്കും. ഞങ്ങൾ പരമാവധി എന്ത് കേസാണെങ്കിലും ഞങ്ങൾ പരമാവധി നോക്കിയിട്ട് ഞങ്ങൾ വേറെ രീതി കൈകാര്യം ചെയ്യാൻ നോക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ധൈര്യം ഉള്ളതുകൊണ്ട് രാവിലെ ഞാൻ അവനോട് പറഞ്ഞിട്ടാ നമുക്ക് തന്നെ നോക്കാം, കുഴപ്പമൊന്നുമില്ല, നമുക്ക് നോക്കാം, എങ്ങനെ എന്നാ സംഭവം എന്നുള്ള കാര്യം നോക്കിയിട്ട് ആദ്യം ഞങ്ങൾ ചാവി എടുക്കാൻ അതുകൊണ്ടാണ് പോയത്. ചാവി സ്പെയർ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് എന്തായാലും വലിയ തട്ടുകടൊന്നുമില്ലാതെ അഴിച്ചെടുത്തു. അതിൻ്റെ ആകെ പറ്റിയത് പുറത്തുനിന്ന് നമ്മൾ താക്കോലിട്ട് ലോക്ക് ചെയ്യുന്ന ആ ലോക്ക്, ഞാൻ പിന്നീടാണ് നോക്കിയത്. പുറത്ത് നമ്മൾ താക്കോലിട്ട് ലോക്ക് ചെയ്യുന്ന ലോക്കിൻ്റെയാണ് ഇത് ആ ഒരു ക്ലാമ്പ് ചാടിപ്പോയിരിക്കുന്നത്. അത് വേറൊന്നും ഡോർപ്പാട് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചെയ്യാമെന്നുള്ളത്. അത് നമുക്ക് അഴിക്കാം. ഞാൻ എൻ്റെ മുമ്പത്തെ വണ്ടിയുടെയൊക്കെ ഡോർപ്പാട് അഴിച്ചിട്ടുള്ളതാണ്. അപ്പം ഇതിൻ്റെ സ്ക്രൂ ഒരു മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ കുറച്ച് ലോക്കുകളും ഉണ്ട്, അത് മാത്രം ശ്രദ്ധിച്ചാൽ അത് നമുക്ക് തന്നെ ചെയ്യാമെന്നുള്ളത്. നാട്ടിൽ പോയതിന് ശേഷം നമുക്ക് ചെയ്യാം, അത് കുഴപ്പമുള്ളതല്ല, കാര്യമില്ല. അപ്പം എന്തായാലും ഇനിയിപ്പോൾ വേറൊന്നുമില്ല. ഒന്നുകൂടെ പറയണം, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫേസ്ബുക്ക് അക്കൗണ്ടും ഫോളോ ചെയ്യാത്തിട്ടൊന്ന് ഫോളോ ചെയ്യണം. എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാനുള്ള പ്രതീക്ഷയിൽ ഇന്നെല്ലാവർക്കും ടാറ്റ.